ബഹിഷ്കൃതരെ ചേർത്തുപിടിക്കുന്ന ക്രിസ്തു, ബഹിഷ്കൃതരെ ചേർത്തുപിടിക്കുന്ന ക്രിസ്തു, ബഹിഷ്കൃതർക്ക് അത്താഴമൊരുക്കുന്ന ക്രിസ്തു, ബഹിഷ്കൃതർക്ക് അത്താഴമൊരുക്കുന്ന ക്രിസ്തു. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്. ചുങ്കക്കാരുടെയും പാപികളുടെയും ലോകമെന്ന് പറയുന്നത് ഏകാന്തതയുടെ ലോകമായിരുന്നു. ഏകാന്തതയുടെ ലോകത്തിലാണ് ഈ ചുങ്കക്കാരും പാപികളും. അവരുടെ ഇടയിലേക്കാണ് അരിമനാഥൻ കടന്നുകൂടി അവരെ വിളിച്ച് തന്നോട് ചേർക്കുന്നത്. അവരുടെ ഏകാന്തതയെ തകർക്കുന്നതായിട്ടുള്ള വലിയ രംഗപ്രവേശനമാണ് യേശുനാഥൻ അവിടെ നടത്തുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപമാനിക്കപ്പെട്ട സ്വത്വത്തിൻ്റെ തീവ്രവേദനകൾ അവരുടെ ഇടത്തിൽ നിറയുന്നുണ്ടായിരുന്നു. ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവവും പുറത്താക്കപ്പെട്ട ജനതയും ഒരു സംഭാഷണത്തിലാണിവിടെ. ഞാൻ മുന്നമേ പറഞ്ഞു, സംഭാഷണമില്ലാത്ത ഒരിടത്തെക്കുറിച്ച്, കൂട്ടായ്മയില്ലാത്ത ഒരിടത്തെക്കുറിച്ച്, നീതി സംഭാഷിക്കാത്തൊരിടത്തെക്കുറിച്ച്, സ്നേഹമില്ലാത്തൊരിടത്തെക്കുറിച്ച്. അതിന്ന് രാഷ്ട്രീയ ഭരണ സാമൂഹിക യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്നിതാ നമ്മുടെ മുന്നിൽ കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ഇവിടെ നടക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളല്ല, പിന്നെയോ സംഭാഷണം നടക്കുകയാണ്. സംവാദാത്മകമായ ആ ഇടത്തിൽ ദൈവിക നീതി സൂര്യനെ പോലെ തിളങ്ങി നിറഞ്ഞ് ശോഭിക്കുകയാണ്. നീതി നിറഞ്ഞ് ശോഭിക്കുന്നതായുള്ള ഇടമാണ്. അവിടെ തീന്മേശകൾ ഒരുക്കപ്പെടുന്നു. അവിടെയാണ് തീന്മേശകൾ ഒരുക്കപ്പെടുന്നത്. ആ തീന്മേശയിൽ രക്ഷകനും ബഹിഷ്കൃതരും ഒന്നുചേരുന്നു. രക്ഷകനും ബഹിഷ്കൃതരും ഒന്നുചേരുന്ന തീന്മേശയാണ് അവൻ ഒരുക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. ആ തീന്മേശയിൽ ഇവരൊത്തുചേരുന്നു. ഈ തീന്മേശയിൽ ബഹിഷ്കൃതരെന്ന് മുദ്ര കുത്തപ്പെട്ടവർക്ക് ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ. അവർക്ക് പ്രത്യേക ഡെസിഗ്നേറ്റഡ് സീറ്റ്സ്. അവര് ആ വിരുന്നിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കാനല്ല, ആ വിരുന്നിന് ശേഷമുള്ള എച്ചിലിൻ്റെ വിരുന്നിനായിട്ടല്ല. അവിടെ ഈ രക്ഷകനോട് കൂടെ ഈ ഭ്രഷ്ടാക്കപ്പെട്ട ആളുകൾ, ഈ ബഹിഷ്കൃതരായ ആളുകൾ, അവർക്ക് അസൈൻഡ് സീറ്റ്സ്, അവർക്കിരിപ്പിടങ്ങളുണ്ട്. എന്നാൽ ഈ തീന്മേശയിൽ മെശിഹായോടൊപ്പം സാമ്രാജ്യത്വത്തിൻ്റെ യജമാനരില്ല എന്നത് നാം തിരിച്ചറിയണം. അവരോട് ചങ്ങാത്തമില്ല, അവരെ കൂടെ കൂട്ടിക്കളയാം എന്ന് വിചാരിച്ചില്ല. ഈ തീന്മേശയിൽ ആരാണുള്ളത്? ബഹിഷ്കൃതരാണ്.
മേലാളന്മാരല്ല ഇവിടെ ഈ തീന്മേശയിൽ കർത്താവിനോട് കൂടെ ഇരിക്കുന്നത്. ഈ പറയപ്പെട്ടതായുള്ള ചുങ്കക്കാരും പാപികളുമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. പുറന്തള്ളലിൻ്റെ ക്രമത്തെ ഉടയ തമ്പുരാൻ ഇവിടെ റദ്ദ് ചെയ്യുകയാണ്. ഇനിമേൽ പുറന്തള്ളലില്ല എന്നവൻ കൽപ്പിക്കുകയാണ്. അവൻ റദ്ദ് ചെയ്തു. ചുങ്കക്കാരും പാപികളും രക്ഷകനോടൊപ്പം അത്താഴം കഴിക്കുന്നത് അക്കാലത്തെ സാമൂഹിക പരിസരത്ത് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണെന്ന് ഓർക്കണം. രക്ഷകനും ഭ്രഷ്ടാക്കപ്പെട്ടവരും ബഹിഷ്കൃതരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അത്താഴം കഴിക്കുന്നത് കേട്ടുകേഴ്വിയില്ല ആ സാമൂഹ്യ പരിസരത്ത് എന്ന് നാം അറിയണം. അവരുടെ ആളത്വത്തെ അംഗീകരിക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. മെസ്സിഹായിൽ അവരുടെ സ്വത്വത്തിലേക്ക് മെസ്സിഹാ തമ്പുരാൻ കടന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെ ആർക്കും സമീപിക്കാനാവാത്ത സ്വേച്ഛാധിപതികൾ അരങ്ങ് തകർക്കുന്ന ഇക്കാലത്ത് കീഴാള ജനതയോടൊപ്പം അപ്പം മുറിക്കുന്ന ക്രിസ്തു ഇവിടെ ഒരു വെളിപാട് തന്നെയാണ് നടത്തുന്നത് എന്ന് നാം അറിയണം. അവരൻ്റെ ശുശ്രൂഷയ്ക്കായി സ്വയം മനുഷ്യനായി തീർന്ന ക്രിസ്തു ചുങ്കക്കാരോടും പാപികളോടും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണ്. 80കളിൽ ഒരു കൊച്ചു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ജീസസ് ഇൻ ദ ബാഡ് കമ്പനി. ജീസസ് ഇൻ ദ ബാഡ് കമ്പനി. ആരാണ് അവൻ്റെ കമ്പനിയിലുള്ളത്? അവൻ്റെ സൗഹൃദത്തിലുണ്ടായിരുന്നവരെ കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത്. ചുങ്കക്കാരും പാപികളും വേശ്യകളും അവനോടുകൂടെ തിന്ന് കുടിച്ച് അങ്ങ് പുളയ്ക്കുകയാണ് എന്ന് പരീശ പ്രമാണികൾ യേശുവിൻ്റെ നേരെ വിരൽ ചൂണ്ടിയപ്പോൾ അതൊരു അഭിമാന പതക്കമായി സ്വീകരിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ തന്നെ. കടൽക്കരയിൽ ശിഷ്യന്മാർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി അവൻ കാത്തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം പരിചിതമല്ലേ? രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും ലഭിക്കാതെ നിരാശിതരായി വല കുത്തി കഴുകി വീട്ടിൽ പോകാൻ ഒരുമ്പെടുമ്പോൾ അവർക്ക് വലിയ മത്സ്യബന്ധനം നൽകി അവർക്ക് ഭക്ഷണമൊരുക്കി അവൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ ചാരെ വരുവിൻ, ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും, ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ അരുമനാഥൻ ആ തിബരിയാസിൻ്റെ കടൽക്കരയിൽ ഈ മുക്കവ സഹോദരങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി അവൻ വിളിക്കുകയാണ്, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. എമ്മൗസിലെ ശിഷ്യന്മാരുടെ ഭവനത്തിൽ അപ്പം മുറിച്ച് ആ ക്രിസ്തു ഇന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. എന്തെല്ലാം സന്ദേഹങ്ങളോടുകൂടെ, എന്തെല്ലാം ആശങ്കകളോടുകൂടെ, എന്തെല്ലാം അവിശ്വാസങ്ങളോടുകൂടെ ബഹുദൂരം യാത്ര ചെയ്ത് ഭവനത്തിൽ അണഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സഹയാത്രികൻ അപരിചിതൻ അപ്പം മുറിക്കുകയാണ്. ആ എമ്മൗസിലേക്ക് പോയവരോട് കൂടെ അവരുടെ ഭക്ഷണമേശയെ സമൃദ്ധമാക്കുന്നതായുള്ള കർത്താവ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, ഇന്ന് നമ്മുടെ ഭക്ഷണമേശകൾ കർത്താവിന് വന്ന് അപ്പം നുറുക്കൽ നടത്തുവാൻ കഴിയുന്ന വിധത്തിൽ ജീവിതഭാരത്തിൽ പിടിപെട്ട് വല്ലാതെ പതറി കുതറി ജീവിക്കുന്നതായുള്ള ആളുകളെ ചേർത്തുകൊള്ളുവാൻ കഴിയുന്ന ഒരപ്പം നുറുക്കൽ ശുശ്രൂഷയുടെ പന്തി ഭോജനത്തിൻ്റെ അനുഭവക്കാരാണോ ഞാനും നിങ്ങളുമെന്നുള്ള ചോദ്യം ഇന്ന് നമ്മുടെ നേരെ ഒറ്റ വിരലല്ല 3 വിരലുകൾ ചുണ്ടുകയാണ്. 3 വിരലുകൾ ചുണ്ടുകയാണ്. നമുക്കെന്തുത്തരം പറയാൻ കഴിയും? ചുങ്കക്കാർക്കും പാപികൾക്കും ഒപ്പം ഭക്ഷണം കഴിക്കുന്ന ക്രിസ്തുവിലൂടെ ദൈവരാജ്യത്തിൻ്റെ
മുന്നാസ്വാദനമായ കർത്താവിൻ്റെ തിരുമേശയല്ലാതെ മറ്റെന്താണ് സഭയുടെ കേന്ദ്രം എന്ന് പറയുന്നത്? നമുക്കെന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം കൊത്തളങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ആൾബലമുണ്ടെന്ന് പറഞ്ഞാലും, പണസ്വാധീനമുണ്ടെന്ന് പറഞ്ഞാലും, രാഷ്ട്രീയ ചങ്ങാത്തമുണ്ടെന്ന് പറഞ്ഞാലും, വലിയ ബിസിനസ് ടൈക്കൂൺസ് നമ്മുടെ കൂടെയാണ് എന്ന് പറഞ്ഞാലും, അതൊന്നുമല്ല ക്രിസ്തു സഭയുടെ അടയാളപ്പെടുത്തൽ എന്ന് നാം ഇന്നെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുക. അടയാളപ്പെടുത്തൽ ദൈവരാജ്യത്തിൻ്റെ പന്തിക്കിരിപ്പിൻ്റെ മുന്നാസ്വാദനമായ കർത്താവിൻ്റെ തിരുവത്താഴം. ആ തിരുവത്താഴത്തിൽ ആർക്കാണ് അവൻ പന്തി നൽകിയത് എന്നറിഞ്ഞ് അവരെ ഈ സഭയ്ക്ക് ചേർത്ത് നിർത്തുവാൻ, മാറോട് ചേർക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഇത് കർത്താവിൻ്റെ സഭയാണ്, അവൻ്റെ ശരീരമാണ് എന്ന് പറയാൻ. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉടഞ്ഞ് തകർന്ന് മുറിഞ്ഞ് ഇരിക്കുന്നതായുള്ള ജനലക്ഷങ്ങളെ പുറംപോക്കിൽ തള്ളിയിട്ട് നമ്മൾ മുഖ്യാസനങ്ങളിൽ അന്തഃപുരങ്ങളിലാണ് നമ്മുടെ സഭ ഈ ദൗത്യം നിറവേറ്റുന്നതെങ്കിൽ അയ്യോ നിനക്ക് കഷ്ടം എന്ന് തിരുവചനം പറയുന്നത് പോലെ എന്നെ നോക്കി പറയുന്നുണ്ട് ദൈവാത്മാവ്, അയ്യോ കഷ്ടം. നമ്മെ നോക്കി പറയുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്കങ്ങനെ തോന്നിയാൽ ഇന്നൊരനുതാപത്തിൻ്റെ ഉച്ച സമയമായി തീർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ചില വ്യക്തികൾക്ക് മാത്രമല്ല, ചില കുടുംബങ്ങൾക്ക് മാത്രമല്ല, സഭകൾക്ക് ഈ അനുതാപം ഇന്നുണ്ടാകണം. ഈ പന്തലിൽ ഇന്നുയരേണ്ടുന്നത് ഈ പാപക്ഷമയുടേതായിട്ടുള്ള ലിത്തനികളായി തീരണം. പാപമേറ്റു പറഞ്ഞ് പാപക്ഷമയോടുകൂടെ ഈ ലിത്തിന് ചൊല്ലിക്കൊണ്ട് ഇന്ന് സഭകളെ ഈ പന്തലിൽ നിന്ന് പോകുവാൻ കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടും, ഭാരതം രക്ഷപ്പെടും. ഇന്ന് സഭയ്ക്ക് ഖ്യാതി നേടിത്തരേണ്ടുന്നത് ഉടവിൻ്റെ ഈ നാളുകളിൽ ഉടഞ്ഞവരോടുകൂടെ, തകർന്നവരോടുകൂടെ, ചിന്നിയവരോടുകൂടെ, ചിതറിയവരോടുകൂടെ കർത്താവിൻ്റെ അനുകമ്പ ഉള്ളവരായി മനസ്സലിവോടുകൂടെ അവൻ ജനങ്ങളെ ചിന്നിയവരും ചിതറിയവരുമായി കണ്ടിട്ട് ആർദ്രത തോന്നി, മനസ്സലിവ് തോന്നി എന്ന് സുവിശേഷം സാക്ഷിക്കുന്നത് പോലെ ഇന്ന് കർത്താവിൻ്റെ മനസ്സലിവ് ലോകമറിയുന്നത്, കർത്താവിൻ്റെ ആർദ്രത ലോകമറിയുന്നത് നിശ്ചയമായും ഇന്ന് സഭകളെ നമുക്ക് ഇത്തരത്തിൽ ഉടവ് സംഭവിച്ച മുറിഞ്ഞ് 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 ജീവിക്കുന്നതായുള്ള ജനമധ്യത്തിൽ നമുക്കവരെ മാറോട് ചേർത്ത് നിർത്തുവാൻ പറയണം. അപ്പം നമുക്കൊരു ഭയം, ഏതോ ഒക്കെ നഷ്ടപ്പെടുമെന്ന്, ആരാണ്ടെന്നോ നമുക്ക് തന്നതൊക്കെ നഷ്ടപ്പെടുമെന്ന്. പോകട്ടെ, അങ്ങനെയുള്ള ചില്ലറ നഷ്ടങ്ങൾ, അങ്ങനെയുള്ള നഷ്ടം പറഞ്ഞ് മഹാകഷ്ടത്തിൽ നമ്മുടെ ജനതയാക്കുവാൻ ക്രൈസ്തവ സമൂഹമേ നമുക്കിടയാകരുത്. ചുങ്കക്കാർക്കും പാപികൾക്കുമൊപ്പം ഭക്ഷണം കഴിക്കുന്ന ക്രിസ്തുവിലൂടെ ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദനമായ കർത്താവിൻ്റെ മേശയല്ലാതെ മറ്റെന്താണ് നമുക്ക് കെട്ടിപ്പുണരുവാനുള്ളത്? ആ മേശയ്ക്ക് ചുറ്റും നമുക്കൊന്ന് കൂടി നിന്ന് ഇവിടുത്തെ ജനതയോട് നമുക്ക് പറയണം, ഞങ്ങൾ നിങ്ങളോട് കൂടെയാണ്, നിങ്ങളുടെ ഉടവിൻ്റെ നടുവിൽ നിങ്ങളോട് കൂടിയാണ്. രക്തം വാർന്നൊഴുക്കുന്ന ഈ സമയത്ത് അത് കഴുകി വ്രണം വെച്ച് കെട്ടി നിങ്ങൾക്ക് വേണ്ടുന്നതായ ശുശ്രൂഷകൾ ചെയ്യുവാൻ, സ്നേഹം നൽകുവാൻ, ഭക്ഷണം നൽകുവാൻ, ആതിഥ്യമരുളുവാൻ ഞങ്ങളിതാ നിങ്ങളോട് കൂടെ എന്ന് പറയാൻ ഒരു സഭയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ സ്വപ്നം കാണുകയാണ്. എന്നാൽ ഇന്ന് എന്താണ് നടക്കുന്നത്? നമുക്ക് ആഗ്രഹിക്കാം എന്ന് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം പോലും ആഗ്രഹത്തിൽ പോലും സൂക്ഷിക്കാതെ തടവറ പണിയുന്ന ഇക്കാലത്തെ സഭ ക്രിസ്തുവിൽ നിന്ന് വളരെ കാതം അകന്നിരിക്കുന്നു. എന്നാൽ ഈ ക്രിസ്തുവിൽ നിന്ന് ഇന്ന് നമുക്ക് ഈ പാഠം പഠിക്കണം. ചുങ്കക്കാരുടെയും പാപികളുടെയും ഒപ്പം സഞ്ചരിക്കുന്നതിലൂടെ, ഭക്ഷണം കഴിക്കുന്നതിലൂടെ, അപരത്വ നിർമ്മിതിയുടെ എല്ലാ ഉരുക്ക് കോട്ടകളെയും തകർത്ത് ക്രിസ്തു
ഇവിടെ മുന്നേറുന്നത് പോലെ മുന്നേറുവാൻ അവനോടുകൂടെ നമുക്ക് ഇന്ന് അണിചേരാം. സഭയുടെ സ്വത്വം ഇതാവണം. സഭയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, സഭയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇതായിത്തീരണം. സഭയുടെ സ്വത്വം ഇതാവണം. അതിലൂടെ ബഹിഷ്കൃതരുടെ സ്വത്വത്തോട് ക്രിസ്തു ഏകീഭവിക്കുന്നു. ഈ ഏകീഭാവത്തെയാണ് നാം ദൈവസ്നേഹമെന്ന് വിവക്ഷിക്കുന്നത്. ദൈവസ്നേഹമെന്ന് പറയുന്ന ഈ അത്ഭുതമാർന്ന ഈ അനുഭവം നാം കൂടെ കൂടെ ഉരുവിടുന്നവരാണല്ലോ. ദൈവസ്നേഹം എന്താണ്? ഈ ദൈവസ്നേഹം 2021 ജർമ്മനിയിൽ അഖില ലോക സഭാ കൗൺസിൽ അതിൻ്റെ സമ്പൂർണ്ണ സമ്മേളനം കൂടുകയാണ്. അതിൻ്റെ പ്രധാന ചിന്താവിഷയം അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് Christ's love moves the world to reconciliation and unity. Christ's love moves the world to reconciliation and unity. ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തെ അനുരഞ്ജനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്നുവെന്നല്ല, ചലിപ്പിക്കുന്നു. ഒരു ചലനാത്മകമായി തീരാനുള്ള വലിയ ആഹ്വാനവുമായി ലോകസഭാ കൗൺസിൽ വന്നു. 10-11 കൗൺസിലുകൾ കഴിഞ്ഞു കേട്ടോ. ഇതും നടക്കും, സംശയമൊന്നുമില്ല. അടുത്ത കൗൺസിലിന് വേണ്ടി ചുമതലക്കാരെ തിരഞ്ഞെടുത്തു എന്ന് വന്നേക്കാം. രാജ്യം പഴയതുപോലെയാണെങ്കിൽ, ജനത പഴയതുപോലെയാണെങ്കിൽ, സഭകൾ പഴയതുപോലെയാണെങ്കിൽ നാം എന്തിനിതെല്ലാം കൂടുന്നുവെന്ന് ചിന്തിക്കണം. കർത്താവിൻ്റെ സ്നേഹം ഈ ലോകത്തെ ചലിപ്പിക്കണം. കർത്താവിൻ്റെ സ്നേഹം ഈ ലോകത്തെ ചലിപ്പിക്കണം. എവിടേക്കാണ്? റിക്കൺസലിയേഷൻ, അനുരഞ്ജനത്തിലേക്ക്. അപ്പാർത്തീഡിൻ്റെ അവസാനം കുറിച്ച് നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ സൗത്ത് ആഫ്രിക്ക സ്വതന്ത്രമായല്ലോ. അവരുടെ മുഖ്യമായ സന്ദേശം റിക്കൺസലിയേഷൻ. പകപോക്കലല്ല. ഇന്ന് നമുക്ക് വേണ്ടുന്നത് ഈ റിക്കൺസലിയേഷൻ. അതിലൂടെ നമ്മെ നയിക്കുന്നതായുള്ള യൂണിറ്റിയിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ക്രിസ്തുവിൻ്റെ ഈ ഏകീഭാവത്തിൽ ഈ ജനതയെ പുറന്തള്ളിയ യജമാനർ അസ്വസ്ഥരായി പിറുപിറുക്കുകയാണ്. ഇന്നൊരു കൂട്ടം ആളുകൾ പിറുപിറുക്കുകയാണ്. എന്തിനെന്നറിയാമോ? അവർ പുറന്തള്ളിയവരെ നെഞ്ചോട് ചേർക്കുവാൻ, മാറോട് ചേർക്കുവാൻ, അവർക്ക് തീന്മേശി ഒരുക്കുവാൻ, അവരോടൊപ്പം പന്തി ഭോജനത്തിലിരിക്കാൻ കർത്താവ് തയ്യാറായി എന്നുള്ളത് കൊണ്ട് അവർ പല്ലിറുമി അവര് പിറുപിറുക്കുകയാണ്. അന്നത്തെ കാലത്തുള്ളവർ മാത്രമല്ല, ഇന്ന് ഞാൻ ഈ പറഞ്ഞ നിലയിൽ ഏതെങ്കിലും ഒരു സമൂഹം തയ്യാറായി മുന്നോട്ട് വന്നാൽ യജമാനർ, മേലാളന്മാർ പല്ലിറുമി പിറുപിറുക്കും. അത് ഭയന്നിട്ടാണ് നാം നമ്രശിരസ്കരായി എല്ലാത്തിൽ നിന്നും ഒട്ടകപ്പക്ഷിയെപ്പോലെ മണ്ണിൽ തലപൂഴ്ത്തുന്നത്. തല ഉയർത്താം. നമുക്ക് പറയണം, നമുക്ക് റിക്കൺസലിയേഷൻ വേണം ഈ രാജ്യത്ത്. നമുക്ക് പറയാം, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത നമുക്ക് കാത്തു സൂക്ഷിക്കണം. ഈ രാജ്യത്തിൻ്റെ ജനായത്ത സമ്പ്രദായം നമുക്ക് നിലനിർത്തണം. ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ഗണിക്കപ്പെടുന്ന, എല്ലാവർക്കും ഇടമുള്ള മൂന്നാമിടമായി തീരണം. ഒന്നാമിടം വേണ്ട, രണ്ടാമിടം വേണ്ട. ദൈവരാജ്യത്തിൻ്റെ മൂന്നാമിടമായി ഈ സുന്ദര രാജ്യം തീരണം. തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്ന് പറയുന്ന ഈ രാജ്യത്ത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ മനുഷ്യനായി കരുതി അവനിൽ ദൈവാംശം ദർശിക്കാനായി കഴിയുന്ന ഒരു നല്ല നാട് ഉണ്ടാകണം. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൺ എന്ന് പറഞ്ഞ മഹാത്മജി ഇന്ന് പുറംപോക്കിലാണ്, പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദീനരോധനം ജനം കേൾക്കണമെന്നാണ് എൻ്റെ വിചാരം. പറഞ്ഞവസാനിപ്പിക്കട്ടെ. ബഹിഷ്കൃത ജനതയോട് യേശു പറയുന്നു, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. യേശു പറയുന്നു, നിങ്ങൾക്കായി തീന്മേശ ഒരുക്കുന്ന ഒരു മെസ്സിഹായാണ് ഞാൻ. നിങ്ങൾക്കായി
തീന്മേശയൊരുക്കുന്ന ഒരു മെസ്സിഹായാണ് ഞാൻ. തീർന്നുപോയി, ഞാൻ പറഞ്ഞല്ലോ. അവസാനിപ്പിക്കട്ടെ. 3 ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. എല്ലാം മറന്നുകൊള്ളുവിൻ. ഇത് കോറിയിട്ടുകൊണ്ട് പോകണം കേട്ടോ. ഒരു വ്യവസ്ഥിതിയിൽ കാണാതെ പോയവരെ തെരഞ്ഞു രക്ഷിക്കുന്ന ദൈവം തമ്പുരാൻ ഇന്ന് നമ്മുടെ പന്തലിൽ, നമ്മുടെ മധ്യേ ഉൾക്കൊള്ളലിൻ്റെ പ്രത്യയശാസ്ത്രത്തിലൂന്നിയ 3-ാം തീർത്ത് ദൈവരാജ്യത്തിൻ്റെ പ്രസന്നത ഇന്ന് നമ്മുടെ മധ്യത്തിൽ അവൻ നൽകിയിരിക്കുന്നു. 3, ബഹിഷ്കൃതർക്ക് തീന്മേശയൊരുക്കുന്ന ക്രിസ്തു. നമ്മുടെ തിരുവത്താഴമുണ്ടല്ലോ, അത് ഞായറാഴ്ചകളിൽ മാത്രമല്ല, എല്ലാ ദിനവും നമ്മുടെ ഭവനങ്ങളിൽ ഒരുക്കുന്ന മേശയെങ്കിൽ പോലും ഒരുവനെങ്കിലും നിവൃത്തിയില്ലാക്കേടിൽ ഭക്ഷണമില്ലാതെ കഴിയുന്നെങ്കിൽ അവനെ കൂടെ ചേർക്കാൻ കഴിയുന്നു എന്ന് വരികിൽ. അടുത്തിടയിലൊരു കുഞ്ഞു പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ വായിച്ചില്ലേ, നിങ്ങളൊക്കെ കേട്ടില്ലേ, ഒരു ധനാട്യ ഭവനത്തിൽ ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷണം വിളമ്പി കൈകെട്ടി പുറകിൽ മാറി നിൽക്കുന്ന ഒരു സ്ത്രീയെ നോക്കിക്കൊണ്ട് അവിടുത്തെ ഒരു പിഞ്ചു കുഞ്ഞ് പറയുകയാണ്, അമ്മേ, അപ്പാ, നമുക്കെന്നും ഭക്ഷണം വെച്ച് വിളമ്പി തരുന്ന ഈ അമ്മയെ കൂടെ നമ്മുടെ ഈ മേശയിലൊന്നിരുത്തിക്കൂടെ, ഈ മേശയിലൊന്നിരുത്തിക്കൂടെ. ദൈവം തമ്പുരാൻ ചില കല്ലുകളെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ ബുദ്ധിയും ശക്തിയും ശേമിഷിയുമുള്ള പ്രൗഢജനമേ, നിങ്ങളെ കൊണ്ടായില്ലെങ്കിൽ പൈതങ്ങളുടെ നാവിൽ കൂടെ ദൈവം തമ്പുരാൻ നിങ്ങളോട് പറയുന്നു, ഈ മേശയൊരുക്കുവിൻ. ഭക്ഷണമൊരുക്കി അരകെട്ടി നിങ്ങൾക്ക് സേവ ചെയ്യുന്നവരെ നിങ്ങളുടെ കൂടെ ഇരുത്തിക്കൊള്ളുവീൻ എന്ന് അരുമനാഥൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കുഞ്ഞിന്ന് നമ്മളോട് പറയുകയാണ്, അപ്പാ, അമ്മേ, നമുക്ക് ഭക്ഷണം വെച്ച് വിളമ്പി തരുന്ന ഈ അമ്മയെ കൂടെ നമ്മുടെ മേശയിൽ ഇരുത്തിക്കൂടെ. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ പന്തിക്കിരിപ്പ്. ഈ പന്തിക്കിരിപ്പിനായിട്ട് നമുക്കൊരുങ്ങാമോ? അങ്ങനെയൊരു സഭയാണോ? അങ്ങനെയൊരു സഭാ സമൂഹങ്ങളാണോ? മാറ്റം വരും കേട്ടോ. നിരാശയുടെ വാക്കുകളല്ല ഞാൻ പറയുന്നത്, പ്രത്യാശയുടെ വാക്കുകളാണ്. കാരണം അവൻ ഈ പന്തലിൽ, ഈ വചനകൂടാരത്തിൽ അവൻ എഴുന്നള്ളിയിരിക്കുന്നു. അവൻ നമ്മെ തേടി വന്നതാണ്. പുതിയ പ്രത്യയശാസ്ത്രവുമായിട്ട് തീന്മേശയൊരുക്കി അവൻ നമ്മെ വിളിക്കുന്നു, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. ഒടിക്കുകില്ലവനേറ്റം ചതഞ്ഞതാം ഓടാം, കെടുക്കുകയില്ലവൻ തീരെ പുകവമിക്കുകിലും, നിർത്തും തൻ വരെയും തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ. ദൈവമേ, കർത്താവേ, അവിടുത്തെ മഹത്വമുള്ള സുവിശേഷത്തിന് വേണ്ടി സ്തോത്രം. അതിരുകളെ ഭേദിച്ച് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവമേ, തിരുവചനത്തിന് സാരം സത്യമാകുന്നുവെന്ന് ഞങ്ങളെ ഗ്രഹിപ്പിക്കുന്നതുകൊണ്ട് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവെ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതി. അതിരുകളെ ഭേദിക്കുന്ന ദൈവമേ, നിന്നോട് ചേർന്ന് യാത്ര ചെയ്യുവാനും അതിരുകളെ ഭേദിപ്പാനും അതിൽ നിലനിൽപ്പാനും കർത്താവ് ഒന്നിച്ചൊരു പന്തിഭോജനത്തിനും ഞങ്ങളെ തുണയ്ക്കുന്നതുകൊണ്ട് സ്തോത്രം. വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് തരുന്ന ഈ അതിവിശിഷ്ടമായ മന്ന ഭുജിപ്പാൻ തക്കവണ്ണം, ദൈവത്തെ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്തോത്രം. വിഭാഗ്യത ഇന്നും ഞങ്ങളുടെ ചുറ്റുമുണ്ട് ദൈവമേ, ഞങ്ങളിലുണ്ട് ദൈവമേ. ഞങ്ങളോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ കർത്താവേ. ദൈവരാജ്യത്തിൻ്റെ അനുഭവം മനസ്സിലാക്കുവാൻ തക്കവണ്ണം, രാജ്യത്തിൻ്റെ പ്രജകളാക്കി ഞങ്ങളെ തീർക്കാൻ തക്കവണ്ണം സ്വർഗം ചായച്ചിറങ്ങി വന്ന ദൈവമേ, നിൻ്റെ കാരുണ്യവും കൃപയും നിൻ്റെ കാവലും സ്നേഹവും ഞങ്ങളോടുകൂടി ഉള്ളതുകൊണ്ട് സ്തോത്രം. അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം വചനം ഞങ്ങളെ സഹായിക്കുന്നുണ്ട് സ്തോത്രം. അഭിയൊന്ന് തിരുമേനിയിലൂടെ അവിടെ ഞങ്ങളോട് സംഭാഷിച്ചുകൊണ്ട് സ്തോത്രം. രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട് ദൈവമേ, സഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട് ദൈവമേ, നീ തന്നെ അതിൻ്റെ പരിഹാരമായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും വിശ്വസിപ്പാനും ആശ്രയിപ്പാനും ഞങ്ങൾക്ക് സഹായിക്കണമേ. കൃപയിൽ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ.
അനുഗ്രഹത്തോടെ മടക്കി അയക്കണമേ. കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും വന്ദനായ പുത്രൻ്റെ കൃപയും മാറ്റമില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരോടുകൂടെ നമ്മുടെ ഈ കൺവെൻഷനോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Rక్ష